ഹായ്. റെയിൽവേ പ്രീവിയസ് ഇയർ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെഷനിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ റെയിൽവേയുടെ എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ റെയിൽവേയുടെ ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ റെയിൽവേയുടെ എക്സാംസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മുടെ CGLൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ വർക്കൗട്ടിൻ്റെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷൻസിൽ നോക്കുന്നത് റെയിൽവേയുടെ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് റെയിൽവേയുടെ എക്സാമിൽ നേരത്തെ ചോദിച്ചിട്ടുള്ള RPFൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ RPF പോലെ തന്നെ നമ്മൾ ഇനി RPFൻ്റെ കോൺസ്റ്റബിൾ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. RPFൻ്റെ കോൺസ്റ്റബിളിൻ്റെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ പിന്നെ പോകുന്നത് അടുത്ത് നമ്മുടെ NTPCയും അതേപോലെ തന്നെ നമ്മുടെ ALPയുടെയും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. സോ റെയിൽവേയുടെ എല്ലാ ആ ഒരു ടൈപ്പ് ഓഫ് എക്സാംസിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അതുവഴി നിങ്ങൾക്ക് ഈ വർഷം നടക്കാതിരിക്കുന്ന റെയിൽവേയുടെ എക്സാംസിൻ്റെ ഒക്കെ തന്നെ ഒരു ക്ലിയർ ഐഡിയ കിട്ടും. ഇതിന് മുമ്പ് എങ്ങനെയാണ് എക്സാംസിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിനെ വളരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള ഒരു ക്ലിയർ ഐഡിയ കിട്ടും. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇന്നത്തെ ഈ ഒരു സെഷനോടെ നമ്മുടെ റെയിൽവേയുടെ RPFൻ്റെ ഒരു ഷിഫ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തൊരു ഷിഫ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇതിന് മുമ്പ് ഈ ഒരു ഷിഫ്റ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ 3 പാർട്സ് നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സെഷനോടെ ആ ഒരു ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലുണ്ട്. റെയിൽവേയുടെ എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എസ്പെഷ്യലി RPF പോലത്തെ എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു വർക്കൗട്ട് വഴി നമുക്ക് അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിൽ ചോദിച്ചിട്ടുള്ളതൊക്കെ ഒരു ക്ലിയർ ഐഡിയ കിട്ടാനും അതിനുശേഷം നമ്മൾ NTPC പോലത്തെ എക്സാംസിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഐഡിയയും വർക്കൗട്ടും നമുക്ക് മനസ്സിലാകും അതുവഴി. അപ്പോൾ ആ ഒരു പ്രാക്ടീസ് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബിൽഡ് ചെയ്ത് മുമ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ആദ്യ ദിവസം നമ്മൾ മുമ്പിലുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഇഫ് ദ പോപ്പുലേഷൻ ഓഫ് എ ടൗൺ ഇൻക്രീസസ് ബൈ 40% ഇൻ ദി ഫസ്റ്റ് ഇയർ, ആദ്യത്തെ വർഷം പോപ്പുലേഷൻ 40% ഇൻക്രീസ് ആവുക എന്ന് പറഞ്ഞിരിക്കുന്നത്, ആൻഡ് ഡിക്രീസസ് ബൈ 30% ഇൻ ദ സെക്കൻഡ് ഇയർ, ആൻഡ് സെക്കൻഡ് ഇയറിൽ ആ ഒരു പോപ്പുലേഷൻ 30% ഡിക്രീസ് ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി നെറ്റ് പെർസെൻറ്റേജ് ചേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നെറ്റ് ചേഞ്ചിൻ്റെ ഫോർമുല അല്ലെങ്കിൽ നെറ്റ് സക്സസീവ് പെർസെൻറ്റേജ് ഇൻക്രീസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് നെറ്റ് ചേഞ്ച് ഈക്വൽ ടു A+B+AB/100 എന്നുള്ളതാണ് ഫോർമുല. അതിൽ ഇൻക്രീസ് ആണെങ്കിൽ നമ്മൾ പ്ലസ് എടുക്കും, ആൻഡ് ഡിക്രീസ് ആണെങ്കിൽ നമ്മൾ മൈനസ് എടുക്കും. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് നമ്മളൊന്ന് പിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ 40% ഇൻക്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ +40 എന്നും, ദെൻ 30% ഡിക്രീസ് എന്ന് പറയുമ്പോൾ നമുക്ക് -30 എന്നും, ദെൻ പ്ലസ് ഇൻറ്റു മൈനസ് എന്ന് വരും. ദെൻ നമുക്ക് ആ ഒരു 40 × 30/100 എന്നായിരിക്കും വരുന്നത്. സോ നമ്മളതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് 40 - 30 നമുക്ക് ഇവിടുന്ന് 10 എന്ന് വരും. ദെൻ ഇവിടെ നമുക്ക് ഈ ഒരു സീറോസ് ക്യാൻസൽ ആവും. ദെൻ 3 × 4 നമുക്ക് 12 എന്ന് വരും. സോ -12 ആയിരിക്കും വരുന്നത്. സോ 10 - 12 നമുക്ക് -2 എന്നായിരിക്കും വരുന്നത്. ഈ ഒരു -2 റെപ്രസെന്റ് ചെയ്യുന്നത് 2% ഡിക്രീസ് എന്നുള്ളതാണ്. അവിടെ മൈനസ് വന്നത് നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത് ഡിക്രീസ് എന്നുള്ളതാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ 2% ഡിക്രീസ് ആണ് അവിടെ സംഭവിക്കുന്നത്. സോ നമുക്ക് ഓപ്ഷൻസിലേക്ക് വരുമ്പം ഡിക്രീസ് 2% എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അടുത്തൊരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റൻ ആണ്. അപ്പോൾ ആ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. എ സം ബിക്കംസ് 4630.50 ഇൻ 3 ഇയേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റ് ദി റേറ്റ് ഓഫ് 5% ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി, ഫൈൻ ദിസ് സം. അപ്പോൾ നമുക്കവിടെ പറയുന്നത് എന്തോ ഒരു പ്രിൻസിപ്പിൾ, നമുക്കറിയത്തില്ല പ്രിൻസിപ്പിൾ എന്താണ്. ആ പ്രിൻസിപ്പിൾ എന്തായി മാറുവാണ് 4630.50 റുപ്പീസ് ആയി മാറുവാണെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് എന്താ ഉദ്ദേശിക്കുന്നത്, എമൗണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്. എത്ര വർഷം കൊണ്ട്, 3 വർഷം കൊണ്ടാണ് സംഭവിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് എന്ത് പെർസെൻറ്റേജിലാണ് അത് സംഭവിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്, 5%. അങ്ങനെ ആണെങ്കിൽ എന്ത് പ്രിൻസിപ്പിളാണ് ഈ ഒരു എമൗണ്ടിലേക്ക് എത്തുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ ആൻസർ എന്തായിരിക്കും, ഈ ഒരു തന്നേക്കുന്ന വാല്യൂവിനേക്കാളും ചെറുതായിരിക്കും ആൻസർ. സോ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇത് എക്സാമിൽ കൊടുത്തിരുന്ന ഓപ്ഷൻസ് തന്നെയാണ് അവിടെ കൊടുത്തേക്കുന്നത്. സോ അത് നോക്കിയാൽ തന്നെ നമുക്ക് ആൻസർ വളരെ പെട്ടെന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പൽ ഇൻക്രീസ് ആയിട്ടാണ് എമൗണ്ട് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാമിൽ കൊടുത്തിരുന്ന ഓപ്ഷൻസ് ഒന്നും ചുമ്മാ ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് 5000-ഉം 5000-ന് മുകളിലോട്ടുള്ള ഓരോ ഓപ്ഷൻസും ആൻസർ ആയിട്ട് വരത്തില്ല. നമ്മുടെ ആൻസർ എപ്പോഴും ആ 4630 താഴെയുള്ള ഒരു ചെറിയ വാല്യൂ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, 4000 മാത്രം. സോ ആൻസർ 4000 ആയിരിക്കും. സോ എക്സാമിൽ കൊടുത്തിരുന്ന ഓപ്ഷൻസ് അതായിരുന്നു. ഇനി നമുക്ക് അതിനെ പ്രോപ്പർലി സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എമൗണ്ടിന്റെ ഫോർമുലയിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം. ലൈക്ക് എമൗണ്ടിന്റെ ഫോർമുല കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിങ്ങൾക്കറിയാം, എമൗണ്ട് ഈക്വൽ ടു പ്രിൻസിപ്പൽ ഇൻറ്റു 1 + R/100 റേസ് ടു
ടി എന്നാണ് ഫോർമുല. അപ്പോൾ അതിലേക്ക് വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 4630.50 ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ എന്ന് പറയുന്നത് നമുക്ക് 5% തന്നിട്ടുണ്ട്. സോ 5/100 റേസ് ടു നമുക്കവിടെ 2 എന്ന് വരും, റേസ് ടു 3 എന്ന് വരും. 3 ഇയേഴ്സ് ആണ് പറഞ്ഞത്, സോ 3 എന്ന് വരും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് പ്രിൻസിപ്പിൾ എത്ര എന്നുള്ളത് കിട്ടും. അപ്പോൾ പ്രിൻസിപ്പിൾ 4000 എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇങ്ങനെ കണ്ടുപിടിക്കുന്നതിന് പകരം അല്ലാതെ കണ്ടുപിടിക്കാനാണെങ്കിലും നമുക്ക് ആ 4000 വെച്ച് വെറുതെ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. എന്നിട്ട് ആ 4000 റുപ്പീസ് ആണ് നമ്മുടെ പ്രിൻസിപ്പിൾ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അത് വെച്ച് ചെക്ക് ചെയ്യാം. എങ്ങനെ? 4000 അതിനുശേഷം 5% വെച്ച് ഇൻക്രീസ് ആവുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ 4000 ഒരു 5% വെച്ച് നമ്മൾ റഫായിട്ട് എടുത്താൽ പോലും നമുക്ക് ആൻസർ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ അതിനെ കോമ്പൗണ്ട് അല്ല സിമ്പിൾ ഇൻട്രസ്റ്റിൽ എടുത്താൽ തന്നെ, ചുമ്മാ സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഒന്ന് എടുക്കുകയാണെങ്കിൽ 5% 3 വർഷം വെച്ച് 15% വരും. എന്ന് പറയുമ്പോൾ നമ്മുടെ 4000ന്റെ 15% എന്ന് പറഞ്ഞാൽ 4000ന്റെ 10% 400-ഉം 15 പിന്നെ 5% 400ന്റെ പകുതി 200-ഉം. അപ്പോൾ ആ ഒരു സിമ്പിൾ ഇൻട്രസ്റ്റിൽ എടുത്താൽ തന്നെ അത് എത്ര ആവുന്നുണ്ട്? 4600 ആകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ അതിന്റെ കൂടെ എന്ത് ചെയ്യും, കുറച്ചുകൂടി വരും, പലിശയുടെ പലിശ എന്നൊരു ആംഗിളിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു ചെറിയ വാല്യൂ കൂടി വരുമ്പോഴത്തേനാണ് എന്താവുന്നത്, നമ്മുടെ ആൻസർ അവിടെ ഓപ്ഷൻ അവിടെ കൊടുത്തേക്കുന്ന നമ്മുടെ ആ ഒരു എമൗണ്ട് അവിടെ ഓപ്ഷൻ ആ ഒരു ക്വസ്റ്റിന് കൊടുത്തേക്കുന്ന പോലെ 4630.50 ആവുന്നത്. എന്ന് പറഞ്ഞാൽ 30.50 ആണ് നമുക്ക് ആ കോമ്പൗണ്ട് കാരണം വരുന്ന കുറച്ചുകൂടി വരുന്ന അഡീഷണൽ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതി നിങ്ങൾക്ക് ചുമ്മാ ഓപ്ഷൻസ് കമ്പയർ ചെയ്തുകൊണ്ടും ഇതേപോലെ റഫായിട്ട് ഈവൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ പോലും ഡയറക്ട്ലി ഫോർമുല ഉപയോഗിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള റഫ് കാൽക്കുലേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ ആൻസർ വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി സം ഓഫ് 15% ഓഫ് 360 ആൻഡ് 20% ഓഫ് 80. നമ്മളോട് പറയുന്നത് 15% ഓഫ് 360 പ്ലസ് 20% ഓഫ് 80 കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമ്മുടെ ഇവിടെ പെർസെൻറ്റേജിന്റെ കൺസെപ്റ്റ് നമ്മുടെ കാൽക്കുലേഷൻസും ആണ് മാറ്റർ ചെയ്യുന്നത്. സോ ഇവിടെ ഇപ്പം നമുക്ക് ഈ ഒരു പെർസെൻറ്റേജ് വെട്ടാം, ഈ 2 0 വെട്ടാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ 2 × 8 എത്ര വരും? 16 വരും. പക്ഷെ അതേപോലെ ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഇവിടെ ഒരു 0 ഉള്ളൂ ആൻഡ് ഇവിടെ പെർസെൻറ്റേജ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ അവസാനം ഒരു 5 ഉണ്ട്. 5നെ ഇരട്ടിയാക്കി എന്ത് വരും? 0 വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതേപോലത്തെ കാൽക്കുലേഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു വളരെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഒരു അപ്രോച്ച് ആണ് ഒരു നമ്പറിനെ പകുതിയാക്കുക, മറ്റേ നമ്പറിനെ ഇരട്ടിയാക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ 15നെ ഇരട്ടിയാക്കിയാൽ നമുക്ക് 30 വരും. സോ 30% ഇൻറ്റു, അപ്പോൾ ഒരു നമ്പറിനെ ഇരട്ടിയാക്കുമ്പോൾ മറ്റേ നമ്പറിനെ എന്ത് ചെയ്യണം? പകുതിയാക്കണം. സോ 360ന്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 180 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഒരു 2 എടുത്ത് ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നു. അതാണ് ആക്ച്വലി ചെയ്യുന്നത്. ഇപ്പൊ നോക്കിക്കേ, നമുക്ക് അവിടെ പെർസെൻറ്റേജ് ആ 2 0 ക്യാൻസൽ ചെയ്തൂടെ? അങ്ങനെയാണെങ്കിൽ 3 × 18 എത്ര വരും? 3 × 18 54 വരും. പ്ലസ് ആ 16 കൂടി വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ നിന്ന് ആ ഒരു വാല്യൂ 50, 60, 70 എന്ന് വരും. സോ ആൻസർ 70 എന്ന് വരും. ഓപ്ഷൻ സി 70 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ രീതി അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ച് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ട്രിക്ക് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഇവിടെ മാത്രമല്ല ഒരുപാട് ചാപ്റ്റേഴ്സിൽ ഒരുപാട് കാൽക്കുലേഷനിൽ ഇത് വളരെയധികം റിപ്പീറ്റ് ആവുന്ന ഒരു പാറ്റേൺ കൂടിയാണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത നമ്മുടെ ഒരു റേഷ്യോ പോലത്തെ ക്വസ്റ്റൻ ആണ്. അവിടെ ക്വസ്റ്റിനിൽ പറയുന്നത് ഡിവൈഡ് ₹8,100 എമോങ് അനിരുദ്ധ്, ബാല ആൻഡ് സുരേഷ് സച്ച് ദാറ്റ് ഹാഫ് ഓഫ് അനിരുദ്ധ് ഷെയർ, 1/3 ഓഫ് ബാലാസ് ഷെയർ ആൻഡ് 1/4 ഓഫ് സുരേഷ് ഷെയർ ആർ ഈക്വൽ. ഇപ്പൊ ഈസിയാണ്. അനിരുദ്ധിന്റെ ഷെയറിന്റെ പകുതിയും ബാലയുടെ ഷെയറിന്റെ 1/3 അതേപോലെ തന്നെ സുരേഷിന്റെ ഷെയറിന്റെ 1/4 ഈക്വൽ ആണെന്ന് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് അവർ ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം, ആ ഒരു ആൽഫബറ്റ്സിന്റെ അടിയിൽ തന്നെ ആ ഒരു നമ്പേഴ്സ് വരുവാണെങ്കിൽ ഉറപ്പായിട്ട് ആ നമ്പേഴ്സ് എന്തായിരിക്കും? അവിടെ തന്നെ റേഷ്യോ ആയിരിക്കും. ഇപ്പൊ A:B:S എന്ന് എടുക്കുകയാണെങ്കിൽ, അനിരുദ്ധ് ബാല സുരേഷ് എന്ന് എടുക്കുകയാണെങ്കിൽ അവിടെ റേഷ്യോ എന്ത് തന്നെ ആയിരിക്കും? ആ 2:3:4 തന്നെ ആയിരിക്കും. അപ്പൊ താഴെ ഇതേപോലെ റേഷ്യോ വന്ന് അപ്പം തന്നെ മനസ്സിലാക്കണം അത് തന്നെയാണ് റേഷ്യോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ക്വസ്റ്റിനിൽ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇതെല്ലാം കൂടി ടോട്ടൽ ആണ് എത്രയെന്ന് പറയുന്നത് ആ 8,100 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ റേഷ്യോസ് മൊത്തം ഒന്ന് പ്ലസ് ചെയ്യുകയാണെങ്കിൽ 4 + 3 + 2 9 എന്ന് വരും. ആ 9 എന്ന് പറയുന്ന റേഷ്യോ ആണ് അവർ എന്തെന്ന് തന്നിരിക്കുന്നത്? ₹8,100 എന്ന് തന്നിരിക്കുന്നത്. നമുക്കറിയാം 9 × 9 ചെയ്യുമ്പോഴാണ് നമുക്ക് ആ 81 വരുന്നത്. പിന്നെ 2 0. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നത് എന്താണ്? അനിരുദ്ധിന്റെ ഷെയർ എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അനിരുദ്ധിന്റെ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? 2 അല്ലേ? നമ്മൾ 2 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. ഇപ്പൊ 2 എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സെയിം അപ്രോച്ച് യൂസ് ചെയ്യാം. 2 × 9. 2 × 9 എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണ്. പിന്നെ 2 0 കൂടി ഇട്ട് കൊടുത്താൽ മതി. സോ ആൻസർ നമുക്ക് എത്ര വരും? 1,800 എന്ന് ആൻസർ വരും. സോ ഓപ്ഷൻസിലേക്ക് പോകുമ്പോൾ ഓപ്ഷൻ സി 1,800 ആണ് ആൻസർ എന്ന് പറയുന്നത്.
ക്ലിയർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള അപ്രോച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതേപോലത്തെ വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ, നമ്മുടെ റേഷ്യോ എങ്ങനെ എടുക്കേണ്ടത്, റേഷ്യോ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ എടുക്കണം എന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ നമ്മൾ ക്ലിയർ ആയിരിക്കണം. ആൻഡ് ഈ ഒരു സെഷനിൽ ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ഇഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ 1/4 ഓഫ് എ നമ്പർ ആൻഡ് 1/6 ഓഫ് ദ സെയിം നമ്പർ ഈസ് 3, ദെൻ ഫൈൻഡ് ദി നമ്പർ എന്നാണ് പറയുന്നത്. ഏതോ ഒരു നമ്പർ, നമുക്കറിയത്തില്ല അൺനോൺ നമ്പർ, ഏതോ ഒരു നമ്പർ, ആ നമ്പറിന്റെ 1/4ഉം അതേ നമ്പറിന്റെ 1/6ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. 1/4 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണ്? 25% ആണ്. അപ്പൊ എങ്ങനെ പെട്ടെന്ന് എടുക്കാന്നുള്ളത് കാണിച്ചു തരാം. അതുപോലെ 1/6 എന്ന് പറയുന്നത് എന്താണ്? 16.66% ആണ്. അങ്ങനെയാണ് ഈ ക്വസ്റ്റിനെ പറഞ്ഞേക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഈ 2% തമ്മിലുള്ള ആ നമ്പറിന്റെ ഈ 2% തമ്മിലുള്ള വ്യത്യാസമാണ് 3. അങ്ങനെയാണെങ്കിൽ ഈ 2% തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടുന്ന് 8.33% ആണ് ഈ 2% തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ 8.33 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ 1/12 എന്ന് പറയുന്ന ഫ്രാക്ഷന്റെ 8.33%ന്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/12 ആണ്. അങ്ങനെയാണെങ്കിൽ 12ൽ 1 എന്ന് പറയുന്നതാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ആ 3 എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പം ഈ പറയുന്ന 8.33% എന്ന് പറയുന്നതാണ് ആക്ച്വലി അവിടെ ക്വസ്റ്റ്യനിൽ എന്തെന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഡിഫറൻസ് ആയ 8.33 എന്ന് പറയുന്നതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന ആ 3യുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞേക്കുന്നത്. റിയൽ വാല്യൂല് 3ന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞേക്കുന്നത്. ഇനി നമുക്കറിയാം 8.33% എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് 8.33/100 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി അതിന്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? 1/12 എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 8.33 എന്ന് പറയുന്നതാണ് 1. അങ്ങനെയാണെങ്കിൽ ആ 100 എത്ര? ആ 100 എന്ന് പറയുന്നതാണ് 12. അപ്പൊ ആ 1 എന്ന് പറയുന്നതാണ് എന്തെന്ന് കൊടുത്തേക്കുന്നത്? നമുക്കിപ്പോൾ അവിടെ പറഞ്ഞേക്കുന്ന അനുസരിച്ച് 3 എന്ന് കൊടുത്തേക്കുന്നത്. അപ്പൊ 1 × 3 ആണ് 3. അങ്ങനെയാണെങ്കിൽ 12 × 3 എത്ര ആയിരിക്കും? 36 ആയിരിക്കും. ആൻസർ നമുക്കിവിടെ 1 എന്ന് പറയുന്നതാണ് 3. അങ്ങനെയാണെങ്കിൽ 12 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1 × 3 ആണ് 3. 12 × 3 36 ആയിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റും. നമ്മൾ സ്റ്റെപ്പ് എത്രത്തോളം കുറയ്ക്കുന്നു ആൻഡ് നമ്മുടെ പെർസെൻറ്റേജിന്റെ കൺസെപ്റ്റ് ഒക്കെ എത്രത്തോളം സ്ട്രോങ് ആണോ അത്രയും പെട്ടെന്ന് ആൻസർ വരും. ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആക്ച്വലി നോക്കി ആൻസർ പറയാൻ പറ്റും. പക്ഷെ കാണുന്നവർക്ക് അല്ലെങ്കിൽ ആ ഒരു 8.33% അറിയാത്തവർക്ക് അത് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ നമ്മൾ പഠിക്കാൻ നേരത്തൊക്കെ നമ്മൾ കുറെ പെർസെൻറ്റേജും ഫ്രാക്ഷൻസ് പഠിക്കുമെങ്കിലും ചില ഇതേപോലത്തെ റയർ ഫ്രാക്ഷൻസ് നമ്മൾ നല്ലപോലെ നോക്കി നോക്കണം. ബിക്കോസ് വളരെ റയർ ആയിട്ട് ഇതേപോലൊക്കെ വരുന്ന വാല്യൂസ് ആയിരിക്കും ചിലപ്പോൾ ആൻസർ ആയിട്ട് തന്നെ അപ്പിയർ ആവുന്നത്. അപ്പോൾ ആ വാല്യൂ അറിയാവുന്ന ഒരാൾക്ക് അത് ഭയങ്കര എളുപ്പമായിരിക്കും. 8.33% എന്ന് പറഞ്ഞാൽ 1/12 ആണെന്ന് അറിയാവുന്ന ഒരാൾക്ക് ആ 1 ആണ് 3 എന്ന് അറിയായിരിക്കും. അപ്പോൾ 1 × 3 3. അങ്ങനെയാണെങ്കിൽ 12 × 3 36 ആൻസർ എന്ന് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇതേപോലെ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഈ റെയിൽവേയുടെ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ അതിന് ഇതിന് മുമ്പുള്ള സെഷൻസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസും നമ്മുടെ ലോജിക്കലി വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. പ്ലസ് നമ്മുടെ പെർസെൻറ്റേജും റേഷ്യോയുടെയൊക്കെ ബേസിക് കൺസെപ്റ്റുകൾ, വലിയ വലിയ ക്വസ്റ്റ്യൻസ് അല്ല, വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ നമ്മൾ നല്ല സ്ട്രോങ് ആയിരിക്കണം. അങ്ങനെ നല്ല സ്ട്രോങ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസേഴ്സ് എടുക്കാൻ പറ്റും. പലതിലും നമുക്ക് പെന്നും പേപ്പറും വേണ്ട, ഓപ്ഷൻസും ആ തന്നേക്കുന്ന വാല്യൂസും ചുമ്മാ റഫായിട്ടൊന്ന് മൈൻഡിൽ വിചാരിച്ചിട്ട് തന്നെ നമുക്ക് ആൻസർ എടുക്കാൻ പറ്റാറുണ്ട്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ ചെയ്ത ക്വസ്റ്റൻസ് എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിലും ഈ ഒരു റെയിൽവേയുടെ ബാക്കിയുള്ള ക്വസ്റ്റൻസ് ഡെയിലി കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അതുവഴി നമുക്ക് ഈ ഒരു NTPC എക്സാം ഒക്കെ വരുമ്പോഴത്തേന് നമുക്ക് ഓൾറെഡി RPFന്റെയും ALPയുടെയും NTPCയുടെയും ക്വസ്റ്റൻസ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഇവിടെ കവർ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ റെയിൽവേയുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഡെയിലി ഇതേപോലെ ക്വസ്റ്റൻസ്, വളരെ കുറച്ച് ക്വസ്റ്റൻ വെച്ച് ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, വർക്കൗട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നിങ്ങളുടെ മെത്തേഡ് ഡേ ബൈ ഡേ ഇംപ്രൂവ് ആവും. ക്വസ്റ്റ്യൻസിന്റെ ലെവൽ ഡേ ബൈ ഡേ ഇംപ്രൂവ് ആവും. അതുവഴി നിങ്ങളുടെ ഓവറോൾ ആ ഒരു ഇംപ്രൂവ്മെന്റ് വരും. വരുന്ന എക്സാമിൽ നിങ്ങൾക്ക് നല്ലപോലെ എക്സാംസിൽ ആ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാനും ക്വസ്റ്റ്യൻസ് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യാനും ഒക്കെ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് ഇനി വരുന്ന സെഷനിൽ നമുക്ക് ഇതിന്റെ റിമൈനിങ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി മീറ്റ് ചെയ്യാം. സോ താങ്ക് യു ഓൾ.